IFGT, Institute of Fashion and Garment Technology, affiliated by Government of Kerala Technical Education. വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഒരാഴ്ചയ്ക്കകം അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ജോർദാൻ താഴ്വര തിരിച്ചുപിടിക്കുമെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ പ്രസ്താവനയെ കടുത്ത ഭാഷയിൽ സൗദി അറേബ്യ അപലപിച്ചു. അറബ് രാജ്യങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കാം, എന്നാൽ പലസ്തീൻ വിഷയങ്ങളിൽ തങ്ങൾ ഒറ്റക്കെട്ടായിരിക്കുമെന്നും സൗദി വ്യക്തമാക്കി. ഇത് പലസ്തീൻ ജനതയ്ക്കെതിരെയുള്ള അപകടകരമായ നീക്കമാണ്. ലോക സമൂഹം ഇതിനെ തള്ളിക്കളയണമെന്നും സൗദി ആവശ്യപ്പെട്ടു. നെതന്യാഹുവിന്റെ പ്രഖ്യാപനത്തിൽ അറബ് ലോകം പതറില്ല. വിഷയം ചർച്ച ചെയ്യാനും വെല്ലുവിളി നേരിടാനും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷന്റെ അടിയന്തര യോഗം ചേരണമെന്ന് സൗദി റോയൽ കോർട്ട് ആവശ്യപ്പെട്ടു. ഇസ്ലാമിക രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗം ഉടൻ ചേർന്ന് സാഹചര്യങ്ങളെ നേരിടാനുള്ള നടപടികൾ സ്വീകരിക്കണം. ഫലസ്തീൻ ജനതയ്ക്കെതിരെയുള്ള അപകടകരമായ നീക്കമാണിത്. ലോക സമൂഹം ഇതിനെ തള്ളണമെന്നും സൗദി അറേബ്യ ആവശ്യപ്പെട്ടു. എല്ലാവിധ അന്താരാഷ്ട്ര നിയമങ്ങൾക്കും നേരെയുള്ള വെല്ലുവിളിയാണിത്. ഫലസ്തീൻ ജനതയുടെ അജയ്യമായ അവകാശങ്ങളെ കവരാൻ അനുവദിച്ചുകൂടാ. അതിനിടെ മേഖലയിലെ സമാധാനം തിരിച്ചുപിടിക്കാനുള്ള അവസാന പ്രതീക്ഷയ്ക്ക് തുരങ്കം വയ്ക്കുന്നതാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയെന്ന് ഐക്യരാഷ്ട്രസഭ അഭിപ്രായപ്പെട്ടു. ഇതിന് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പിന്തുണ ഉണ്ടാവില്ല. ഇസ്രായേലിന്റെ ഏകപക്ഷീയമായ നടപടികൾ സമാധാന നീക്കങ്ങൾക്ക് ഒരു ഗുണവും ചെയ്യില്ല എന്ന് UN വക്താവ് സ്റ്റെഫന ദുജാറെക് വ്യക്തമാക്കി. സെപ്റ്റംബർ 17-നാണ് ഇസ്രായേലിൽ തിരഞ്ഞെടുപ്പ്. പ്രശ്നപരിഹാരം തടസ്സപ്പെടുത്തുക മാത്രമല്ല, സമാധാനത്തിനുള്ള എല്ലാ ശ്രമങ്ങളെയും തകർക്കുകയാണ് നെതന്യാഹു എന്ന് ഫലസ്തീൻ വക്താവ് ഹനാൻ അഷ്റഫി പറഞ്ഞു. 1967-ലെ 6 ദിവസത്തെ യുദ്ധത്തിൽ ഇസ്രായേൽ കൈവശപ്പെടുത്തിയ വെസ്റ്റ് ബാങ്കിന്റെ 1/3 ഭാഗവും ജോർദാൻ താഴ്വരയാണ്. സെപ്റ്റംബർ 17-ലെ തിരഞ്ഞെടുപ്പിന് താൻ പ്രതിജ്ഞാബദ്ധമാണെന്നും വീണ്ടും അധികാരത്തിൽ വന്നാൽ ഒരാഴ്ചയ്ക്കകം വെസ്റ്റ് ബാങ്കിൽ ഉടനീളമുള്ള ഇസ്രായേൽ വാസസ്ഥലങ്ങൾ പിടിച്ചെടുക്കുമെന്നായിരുന്നു നെതന്യാഹുവിന്റെ പ്രസ്താവന. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.